ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിഫ്റ്റി 22,800 എന്ന ഒരു സപ്പോർട്ട് ലെവലിൽ അതിന് സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞത് തികച്ചും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഇപ്പോഴും ഈ ലെവൽ നിലനിർത്താൻ കഴിയുമോ എന്നത് തികച്ചും ഒരു കോൺഫിഡൻസോടുകൂടി പറയാൻ സാധിക്കാത്ത വിധമാണ് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻ കാണാൻ കഴിയുന്നത്. ഇന്നും ആ താരിഫിന്റെ ആ ഒരു ഭീഷണി അല്ലെങ്കിൽ ആ യുദ്ധത്തിന്റെ ഒരു പരിസമാപ്തി ഇനിയും ഉണ്ടായിട്ടില്ല, അത് ഒഴിഞ്ഞിട്ടില്ലെന്നാണ് ചൈനയുടെ ഏറ്റവും ഒടുവിലത്തെ അമേരിക്കക്കെതിരെയുള്ള താരിഫ് ഹൈക്ക് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ചൈന കഴിഞ്ഞ ദിവസം, അതായത് അമേരിക്ക ഏർപ്പെടുത്തിയ 125 അതുപോലെ മുമ്പെയുള്ള ബേസ് താരിഫായിട്ടുള്ള 20%, 145 എന്ന ആ ഒരു ഓവറോൾ താരിഫിനെതിരെ 125% താരിഫ് US പ്രൊഡക്റ്റുകൾക്ക് ചുമത്തിക്കൊണ്ട് അവർ വീണ്ടും തിരിച്ചടിച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്രാവശ്യം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ട് ചൈനീസ് അധികൃതർ പറഞ്ഞിട്ടുള്ളത് ഇനി ട്രംപ് താരിഫ് ഉയർത്തുകയാണെങ്കിൽ ചൈന അത് ഇഗ്നോർ ചെയ്യുമെന്നാണ്. അപ്പോൾ അമേരിക്ക ഏകപക്ഷീയമായിട്ട് ചൈനയുടെ ആ ഒരു വാണിജ്യ താല്പര്യത്തിനെതിരെ നീങ്ങുകയാണെന്നും മൊത്തത്തിൽ ഈ ഒരു നമ്പറിന്മേലെയുള്ള ഈ താരിഫിന്റെ ഈ ഒരു കളി അത് ഒരു തമാശയായിട്ടാണ് മൊത്തത്തിൽ വേൾഡ് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നതെന്നും ഈ ഒരു താരിഫ് വാറിൽ ആരും ജയിക്കില്ലെന്നും എന്നൊക്കെയാണ് ചൈനീസ് അധികൃതർ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു താരിഫിനെതിരെ അഥവാ അമേരിക്ക ഇനി ഒരു റെസ്പോൺസ് കൂടി വരാനുണ്ട്. അപ്പോൾ അമേരിക്ക ഇനി താരിഫ് കൂട്ടിയാലും അതല്ല കൂട്ടിയിട്ടില്ലെങ്കിലും ആ ഒരു തീരുമാനത്തോടു കൂടി ഇത്തരത്തിലുള്ളൊരു താരിഫ് വാറിന് താൽക്കാലികമായിട്ടുള്ള ഒരു തിരശ്ശീല വീഴുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഗ്ലോബൽ മാർക്കറ്റിന്റെ ഈ ഒരു അനിശ്ചിതത്വം പൂർണ്ണമായിട്ട് ഇല്ലാതാകണമെങ്കിൽ യുഎസും ചൈനയും ഒരു സമവായത്തിലെത്തിക്കൊണ്ട് രണ്ടുപേർക്കും ഗുണകരമായ രീതിയിലുള്ള ഒരു താരിഫിലേക്ക് നെഗോഷിയേഷനിലൂടെ എത്തുന്നത് വരെ അനിശ്ചിതത്വത്തിന് ഒരു ശമനം ഉണ്ടാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും യുഎസിന്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് അത് തികച്ചും നെഗറ്റീവിലാണ് കാണാൻ കഴിയുക. കൂടാതെ US ഡോളർ കൂടുതൽ വീക്കായിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് 100-ൽ താഴെ പോയതായിട്ട് കാണാം. അപ്പോൾ അടുത്ത കാലത്തൊന്നും US ഡോളർ ഇത്രമാത്രം വീക്കായിട്ട് നമുക്ക് കാണാൻ കഴിയില്ലായിരുന്നു. കൂടാതെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ സെല്ലിംഗ് തുടരുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ മാർച്ച് മാസം അവർ ആദ്യമായിട്ട് ഒരു നെറ്റ് ബയേഴ്സായിട്ട് മാറിയ മാസമായിരുന്നു. ആ മാസത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ മാസത്തിൽ ഏപ്രിൽ 1 മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ തുടർച്ചയായ നെറ്റ് ബയേഴ്സ് ആയിട്ടാണ്. ഇപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 34,000 കോടിക്ക് മുകളിലുള്ള ഒരു സെയിൽസ് ആണ് അവർ ഇതുവരെ നടത്തിയിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ഇന്ന് നമ്മൾ കാണുന്നത് 2,500 കോടിയുടെ ഒരു നെറ്റ് സെല്ലിംഗ് ആണ് അവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ FII സെല്ലിങ്ങിന്റെ ഒരു കാരണമായിട്ട് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇന്ത്യൻ റുപ്പി കൂടുതൽ വീക്കായിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ ആഴ്ച 85.5 എന്ന ലെവലിൽ എത്തിക്കൊണ്ട് റുപ്പി അതിൻ്റെ ശക്തി കാണിച്ചിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും 86.2 എന്ന പെർസെൻറ്റേജിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത് കൂടാതെ വളറ്റിലിറ്റി ഇൻഡെക്സ് ആയിട്ടുള്ള വിക്സ്, അതായത് S&P 500ന്റെ വിക്സ് അമേരിക്കൻ മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 45 എന്ന ലെവലിലാണ്. അപ്പോൾ വിക്സ് ഇത്ര ഹൈ ആയിട്ട് പോകുന്നത് സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് അത്രമാത്രം വളറ്റൈലാണ് എന്നതാണ്. അതായത് 25-30 എന്ന ലെവലിന് മുകളിൽ അത് പോവുകയാണെങ്കിൽ അവിടെ ശക്തമായ ഒരു അനിശ്ചിതത്വവും ഭയവും, അതുകൂടാതെ പ്രൈസിൽ ഷാർപ്പായിട്ടുള്ള സ്വിങ്, അതായത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ അതിശക്തമായിട്ട് മുകളിലോട്ട് പോകും, താഴത്തേക്ക് പോകുകയാണെങ്കിൽ അതിശക്തമായിട്ട് താഴത്തേക്ക് പോകും. നമുക്കറിയാം, വിക്സ് എന്ന് പറയുന്നത് ഒരു ഡയറക്ഷൻ സൂചിപ്പിക്കുന്ന ഇൻഡിക്കേറ്റർ അല്ല, അത് സൂചിപ്പിക്കുന്നത് വളറ്റിലിറ്റി എത്രമാത്രം മുകളിലോട്ടും താഴത്തേക്ക് പോകും എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്ത്യ വിക്സ് കാണിക്കുന്നത് 21.43 ആണ്. അപ്പോൾ ആ ഒരു ലെവല് കുറച്ചുകൂടി ബെറ്റർ ആണെങ്കിലും 15 മുതൽ 20 വരെയുള്ള ഒരു ലെവലാണ് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ളതും അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യ വിക്സും സ്ലൈറ്റ്ലി 20-ന് മുകളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അതും സൂചിപ്പിക്കുന്നത് അവിടെ ഒരു വളറ്റിലിറ്റി ഇനിയും അതിൻ്റെ സമാധാനത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതുകൂടാതെ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഗ്രീഡി സോണിലേക്ക് ഉണ്ടായിരുന്ന മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് ഇപ്പോൾ ഫിയർ സോണിലേക്ക് വന്നുകൊണ്ട് അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് കൂടുതൽ വീക്കായിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ മാർക്കറ്റിൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷന് വലിയ കുറവൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് കാണാൻ കഴിയുന്നത്. കാരണം ഇന്ന് നമ്മൾ കാണുന്നത് മൈക്രോ ക്യാപ്പ് ഇൻഡെക്സിലും സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലും വമ്പിച്ച ബൈങ് ആണ്. ഏകദേശം 3% ഒരു അപ്സൈഡ് മൂവാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്ന ധാരാളം ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതാണ് ഈ മാർക്കറ്റിന് നമുക്ക് ഇപ്പോഴും പിടിച്ചു നിർത്താൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇപ്പോൾ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യ AMFI പുറത്തുവിട്ട ഒരു ഡാറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഓവറോൾ 14% ഡ്രോപ്പ് മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് കാണുന്നത് 25,082 കോടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 29,303 കോടി ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ ഈ ഒരു ലെവലിലേക്ക് താഴ്ന്നിട്ട് നമ്മൾ കാണുന്നത്.
ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളുടെ കൂട്ടത്തിൽ ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലാണ് നല്ലൊരു ഇൻഫ്ലോ കാണുന്നത്. 5365 കോടി ഒരു ഇൻഫ്ലോ അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തീമാറ്റിക് ഫണ്ടുകളിലും അതുപോലെ സെക്ടോറൽ ഫണ്ടുകളിലും ഇൻഫ്ലോ കുറഞ്ഞതായിട്ടാണ് നമുക്ക് ലാസ്റ്റ് മന്തിനെ അപേക്ഷിച്ച് കാണാൻ കഴിയുക. എന്നാൽ ഫെബ്രുവരി അപേക്ഷിച്ചിട്ട് മിഡ് ക്യാപ് സെഗ്മെൻറ്റിലും സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിലുമുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നല്ല ഇൻഫ്ലോ ഉണ്ടായതായിട്ടും കാണാൻ കഴിയും. എന്നാൽ ലാർജ് ക്യാപ് ഫണ്ടുകളിലെ ഇൻഫ്ലോ കുറച്ച് കുറഞ്ഞതായിട്ടുമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ ആ ഒരു ശക്തമായ ഒഴുക്ക് അതിന് ഒരു സ്പീഡ് കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കൺസേൺ ആയിട്ടുള്ളൊരു വിഷയമാണ്. കാരണം ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ശക്തമായ സെല്ലിംഗ് നടക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റിനെ പിടിച്ചു നിർത്തുന്നത് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സാണ്. അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് ഈ മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൂടെ ഇൻഫ്ലോ കുറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിന് അത്ര ഗുണകരമല്ല. ഇത് നമുക്ക് നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ ഓവർ സോൾഡ് ആയിട്ട് നിൽക്കുന്ന, അതായത് RSI റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് 30-ൽ താഴെ നിൽക്കുകയും അതേപോലെ തന്നെ 52 വീക്ക് ഹൈ ലോയിൽ നിന്നും ഏകദേശം ഒരു 10% ഒരു ഡിഫറൻസ് മാത്രം കാണിക്കുകയും ചെയ്യുന്ന സ്റ്റോക്കുകൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ കാണാൻ കഴിയും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 3 മുൻനിര സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് TCS ആണ്. അപ്പോൾ TCSൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസമാണ് വന്നത്. അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് റവന്യൂവിൽ ഒരു 5% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രോഫിറ്റിൽ ഒരു 2% ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിലും നേരിയൊരു വർധനം ഉണ്ടായിട്ടെങ്കിലും പ്രോഫിറ്റിൽ അവിടെ ഒരു 1% ഡിക്ലൈനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്റ്റോക്കിൻ്റെ ഒരു PE നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 24 എന്നുള്ള PEയിലാണ് TCS ട്രേഡ് ചെയ്യുന്നത്. ഇതിൻ്റെ 3 years മീഡിയം PEയേക്കാൾ താഴെയാണത്. കൂടാതെ ഇൻഡസ്ട്രി PEയേക്കാളും താഴെയാണ് അതിൻ്റെ PE ഇപ്പോൾ നമ്മൾ കാണുന്നത്. കൂടാതെ RSI ഇപ്പോൾ 24 എന്നുള്ള ലെവലിലാണ്. തീർച്ചയായിട്ടും ഓവർ സോൾഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റിലാണ് ഇപ്പോൾ നമുക്ക് TCS കാണാൻ കഴിയുന്നത്. ഇതേപോലെ തന്നെ ഓവർ സോൾഡ് സെഗ്മെൻറ്റിലേക്ക് പോയിട്ടുള്ള മറ്റൊരു സ്റ്റോക്കാണ് ഇൻഫോസിസ്. അതിൻ്റെ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 21 എന്ന ലെവലിലാണ് കാണാൻ കഴിയുക. അതിൻ്റെ 3 yearsൻ്റെ ഒരു മീഡിയൻ PE 27 ആയിരുന്നു. അതിൽ താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ ഇൻഡസ്ട്രി PE ആണെങ്കിൽ 26 ആണ്. അപ്പോൾ അതിൽ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫോസിസിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് അതിൻ്റെ RSI സൂചിപ്പിക്കുന്നത് അത് ഓവർ സോൾഡ് സോണിലാണെന്ന്. ഇപ്പോൾ 27.6 എന്നുള്ള RSI ആണ് നമ്മൾ കാണുന്നത്. മറ്റൊരു സ്റ്റോക്ക്, പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് നാഷണൽ അലൂമിനിയം കമ്പനി അഥവാ നാൽക്കോ എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതിൻ്റെ PE ഇപ്പോൾ 6.66 എന്നുള്ള PE ആണ്. ഇതിൻ്റെ 3 yearsൻ്റെ ഒരു മീഡിയൻ PE 12.2 ആയിരുന്നു. അതുപോലെ ഇൻഡസ്ട്രി PE ആണെങ്കിലും 23 ആണ്. അതിലും ഒത്തിരി താഴെയായിട്ടാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെ RSI ഇപ്പോൾ 22.5 എന്നുള്ള RSIയിലാണ് നമുക്ക് കാണുന്നത്. നമുക്കറിയാം ഈ IT സെഗ്മെൻറ്റിലുള്ള അതുപോലെ മെറ്റൽ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളൊക്കെ അമേരിക്കൻ താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു വളറ്റിലിറ്റിയുടെ ഭാഗമായി താഴോട്ടേക്ക് പോയ സ്റ്റോക്കുകൾ. അപ്പോൾ തീർച്ചയായും ഒരു മാർക്കറ്റ് റിക്കവറി അത് എപ്പോൾ ഉണ്ടാകുമെന്നൊക്കെ ഇപ്പോൾ മുൻകൂട്ടി പറയാൻ കഴിയില്ലെങ്കിലും ആ സമയത്ത് തിരിച്ചു വരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ജോലി. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.